മുട്ട പൊട്ടിപ്പോയി ആശാനെ. മുട്ട മേളിലല്ലേ ഇടേണ്ടത്? മുട്ട എപ്പോഴും താഴെയല്ല ആശാനെ. അതും ശരിയാ ആശാനേ. ഇതെന്ത് നീങ്ങാത്ത അങ്ങോട്ട്? എന്റെ അടിക്കാൻ നല്ല സുഖമാണ്. ഒന്നും മിണ്ടാതിരിയടേ. അതാരടാ? ആര്? അത് നോക്ക്. ഏത് അതാ? ഓ, അത് ഈ വീട്ടിൽ ഉടമസ്ഥൻ. ഇങ്ങനെ പട്ടാളത്തിലോ? ഓ, ഇങ്ങനെ മാത്രമല്ല, ഇങ്ങനെ മോനും പട്ടാളത്തിലാണ്. ദോണ്ടാ ഇങ്ങനെ. ഓ, അപ്പൊ ഇതാ അതങ്ങനെ മോൻ. എടാ, ആ പണ്ടേ ആ എനിക്കും പട്ടാളത്തിൽ പോകാൻ അവസരം കിട്ടിയാണ്. നീ എത്ര വരെ പഠിച്ച്? അതെന്തിനാടാ? അത് 4. കൊള്ളാം. ഇത് കഴിഞ്ഞിട്ട് നേരെ നമുക്ക് പട്ടാളത്തിൽ പോയി ചേരാം കേട്ടാ. ആ, ഇങ്ങനെ പോയാ എടുക്കുവാടിയാ? ഉറപ്പായിട്ടും. എഴഞ്ഞോ? ഓ, വേഗം പോവാ. ഓ, കിട്ടി. തല. ഓ, എടാ, നീ ഒന്ന് തള്ളിയാണ്. നീ സുമുഖനാണ്, ഭയങ്കര സംഭവമാണ്. പോരാടാ. എന്നെ തള്ളാനല്ല, ഈ കഥക് തള്ളാൻ. മദ്യത്തിന്റെ മണം. എടാ, നിനക്ക് മദ്യം ഹറാമല്ലേ? ഓ, തന്നെടാ. എന്ത് ചെയ്യാനാണ്? നമ്മൾ ഇതിനാ വന്ന. നമുക്ക് ഇവിടുന്ന് മൊത്തം സാധനം അടിച്ചു മാറ്റിയിട്ട് ആശാനെ കംപ്രസ് ചെയ്യാം. അത് ചെയ്യണം. കംപ്രസ്. എന്നാലും ആരാടാ ഈ വീട്ടിനകത്ത് കയറി പണി കാണിച്ചത്? ഇത് പണി കിട്ടും കേട്ടോ. ഇതെല്ലാം നമ്മുടെ തലയിലിരിക്കും. പിടുത്തമായി. ഈ പ്ലാസ്റ്റിക് പൂവിനൊന്നും ഒരു മണമില്ലെന്നേ. വേറെ എന്തെങ്കിലും ടച്ചിങ്സ് ഉണ്ടായിരുന്നെങ്കിൽ. ഉണ്ടല്ലോ, ഉണ്ട്. പൊട്ടിയ മുട്ടയുണ്ട്. പൊട്ടിയ മുട്ട നീ കൊണ്ടേ അടയിരിക്കും. അല്ലെങ്കിൽ പൊട്ടിയ മുട്ട വെച്ചിട്ട് നമുക്കൊരു ഞാൻ തിന്നുന്ന ഗ്യാപ്പിൽ ആശാൻ എന്തോ അല്ല ഗ്യാസ്. ആശാനെ, ഈ ബിയറിനകത്ത് എങ്ങനെ ഗ്യാസ് വരുന്നേ? അതറിയില്ലേ? ഒരു സോഡ എടുത്ത് അതിനകത്തൊരു സ്മോൾ ഒഴിക്കും. അപ്പൊ ഈ സോഡയിലെ ഗ്യാസ് ഈ സ്മോളിൽ കയറും. അങ്ങനെയാ. എന്നാ സോഡക്കകത്ത് എങ്ങനെ ഗ്യാസ് വരും? സോഡയ്ക്കകത്ത് ഗ്യാസ് എങ്ങനെ വരും? വരട്ടെ. ഡെയിലി കുറച്ചേ ബാക്കിയുള്ളൂ. അവന്മാര് വിളി. ഉത്തരം മുട്ടി ആശാന്റെ ഉത്തരം മുട്ടിച്ച് ഞാൻ. ആശാനെ എവിടെയായിരുന്നു? നോക്കാശാനെ. എന്താ ചക്കല്? മാറ് കേട്ടോ. ഡഗ ഡഗ ഡഗ.